ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഞാൻ ഇന്ന് ഒരു മാമ്പഴം കൊണ്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചായക്ക് സ്പെഷ്യൽ ഇന്ന് മാമ്പഴം ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും പഴത്തിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മാമ്പഴത്തിലൂടെ അതിൻ്റെ ടേസ്റ്റൂടെ നമുക്കൊന്ന് അറിഞ്ഞ് നോക്കാമല്ലോ, എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ നമുക്കതിന് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് 2-3 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ പൊടിച്ചെടുത്ത മാവുണ്ടല്ലോ ഒരു ക്ലീൻ ബൗളിലോട്ട് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ്. പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ മാവിൻ്റെ കൂട്ടിൽ ചേർക്കാം. ഞാനങ്ങനെ ഈ മാങ്ങയുടെ ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി, ഒരു സ്പെഷ്യലായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ചായക്ക് സ്പെഷ്യൽ ഇതാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണെന്നും എനിക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിന് മധുരത്തിനാവശ്യമായ ശർക്കരയാണ്. ഞാൻ ഈ മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ശർക്കര പാനിയാക്കി ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അതിനെ ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ അടിച്ചെടുത്ത മാവിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിന് ടേസ്റ്റും അതുപോലെ തന്നെ ഒരു ഫ്ലേവറൊക്കെ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നെയ്യ് ചേർത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് കപ്പലണ്ടി, അതുപോലെ തന്നെ കറുത്ത എള്ള്, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നെയ്യിൽ തന്നെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെയാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ണിയപ്പം ചുടാറുള്ളൂ സാധാരണ. എനിക്കിങ്ങനെ കപ്പലണ്ടിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ എള്ളിൻ്റെ ഒരു ഇതും, അതുപോലെ ജീരകം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരകം. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ എനിക്ക് വേണം. ഇതൊക്കെ ഇടുമ്പോഴാണ് ആ ഉണ്ണിയപ്പത്തിനൊരു സ്വാദ്, ഭയങ്കരമായ ഒരു സ്വാദുണ്ടാവും. നമുക്കിനി ആ കൂട്ടിന് ഈ മാവിലോട്ട് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരാം. ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മാവ് കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് തീരാനായതുകൊണ്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മാമ്പഴ ഉണ്ണിയപ്പം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചായക്കടി മാമ്പഴ ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് മറക്കാതെ വാച്ച് ചെയ്യണേ. വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.